സുഹൃത്തുക്കളെ, ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 10-11 ദിവസമായിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയായിരുന്നു. അത് വ്യക്തിപരമായ തകർച്ചയുടെ ഭാഗമാണ്. നിർത്തിവെച്ച ചില ദുശീലങ്ങൾ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ എപ്പോഴും ഒരു തുറന്ന പുസ്തകമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് തുറന്ന് സംസാരിക്കുന്നത്. തീർത്തും വ്യക്തിപരമായിട്ടുള്ള നിങ്ങൾക്കറിയാത്ത പലരെക്കുറിച്ചും പരാമർശിക്കേണ്ടി വരുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇപ്പം തന്നെ ഇത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഈ വീഡിയോ വലിയ രാഷ്ട്രീയമോ വലിയ തത്വചിന്തയോ ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ ഞാനൊരു ഫിലോസഫറൊന്നുമല്ല തത്വചിന്ത പറയാൻ. ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിങ്ങൾക്കറിയാം, ഞാനൊരു വല്ലാത്ത സൈക്കിക് ഡിസോർഡറിലൂടെ കടന്നു പോവുകയും വല്ലാതെ ആൽക്കോളിക്കാവുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് വരികയും സിസ്റ്റമാറ്റിക്കായിട്ട് ഉള്ള ലൈഫിൽ പോവുകയും സ്ഥിരമായി വീഡിയോകൾ ചെയ്യുകയും ഇപ്പം ചെയ്യുന്ന ചാനലിന് വേണ്ടിയിട്ടും എൻ്റെ പേഴ്സണൽ പ്ലാറ്റ്ഫോമിലുമൊക്കെ എനിക്ക് തോന്നുന്ന അബദ്ധങ്ങളായിരിക്കാം, ചിലപ്പോൾ അറിവില്ലായ്മയായിരിക്കാം, എന്നാലും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ, എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പങ്കുവെക്കാറുണ്ടായിരുന്നു. മാത്രമല്ല, ഭക്ഷണം ഞാൻ പൊതുവെ പുറത്തുനിന്ന് കഴിക്കാറുണ്ടായിരുന്നില്ല. 3 നേരവും ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നു. പുറത്തുനിന്ന് ചായ മാത്രം കുടിക്കും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചൂടുള്ള ദിവസങ്ങളാണെങ്കിൽ ലൈം ജ്യൂസോ സംഭാരോ എന്തെങ്കിലും കുടിക്കും. ചായ കണ്ടമാനം കുടിക്കുന്ന സ്വഭാവമുണ്ട്. നടക്കാൻ പോവുക, സൈക്ലിങ്ങിന് പോവുക, അങ്ങനെയൊക്കെ ഓർഡറിൽ പോവുകയായിരുന്നു. അതിന് പുറമെ ഞാനുള്ളത് ഈ മലപ്പുറത്തേക്ക് പോകാറുണ്ടായിരുന്നില്ല. കാരണം മലപ്പുറത്ത് നിലമ്പൂർ പോയാലും മഞ്ചേരി പോയാലും ഒക്കെ ഈ ഓർമ്മകളുടെ ഒരു വല്ലാത്ത തള്ളലുണ്ടാവും. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ, നമ്മുടെ കൂടെ ഇപ്പം ഇല്ലാത്തവർ, അവരുടെ കൂടെ സഞ്ചരിച്ച വഴികൾ, അതിനെക്കുറിച്ചൊക്കെ പപ്പ മമ്മി ഒക്കെ തൊട്ട് മറ്റൊരാൾ വരെ ഉള്ള പ്രത്യേകിച്ച് ഈ 3 പേരുടെ ഓർമ്മകൾ വല്ലാതെ കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നാറുണ്ട്. മഞ്ചേരിയിലൊക്കെ ഞാൻ ഏറ്റവും അവസാനം പോയപ്പോഴൊക്കെ ഞാൻ യൂബറിൽ ആണ് പോയത്. ഒരു മരണം ഉണ്ടായി, ഇവിടുന്ന് യൂബറിന് പോയി തിരിച്ചു വന്നു. നിലമ്പൂർ എടക്കര ചുങ്കത്ര ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് ഞാൻ പോയപ്പോഴും ജനുവരി മാസത്തിലാണ്. ഇവിടുന്ന് നൗഫൽ എന്ന് പറയും, എൻ്റെ പഴയ മഞ്ചേരി തൃക്കലങ്ങോട് എൻ്റെ അയൽവക്കത്തുണ്ടായിരുന്നതാണ്. അവനിപ്പം ആലുവയിൽ താമസിക്കുകയാണ്. നൗഫലിൻ്റെ യൂബറിന് വിളിക്കും, നൗഫലിൻ്റെ കൂടെ പോകും, നൗഫലിൻ്റെ കൂടെ തിരിച്ചു വരും. അതിനിടയ്ക്ക് പിന്നീടുണ്ടായിട്ടുള്ളത് ഒരു മണ്ണാർക്കാട് യാത്രയാണ്, അതും യൂബറിലാണ് പോയത്. അതേപോലെ തന്നെ പിന്നെ പാലക്കാട്, വടക്കഞ്ചേരി, അങ്ങനെ ആ പ്രദേശത്തു കൂടി പോയി. അത് ഇപ്പം ചെയ്യുന്ന ചാനലാണ് വണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പോകുന്നുണ്ടായിരുന്നു, അല്ലാതെ ഞാൻ പോകാറേ ഇല്ല. അല്ലാതെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം, പോയാൽ ഞാൻ അവിടെ എത്തുമ്പോൾ അറിയാതെ ടെൻഡൻസി വരും. പിന്നെ അത്തരത്തിലുള്ള പല സൗഹൃദങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുന്ന വിവരം സ്വാഭാവികമായും ചിലപ്പോൾ ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ലൊക്കേഷൻ ഒന്ന് ഇട്ടിട്ട് ഐ എം ട്രാവലിംഗ് ടു ദയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നൊരു സ്വഭാവമുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഒന്നും ചെയ്തില്ല. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, നിലമ്പൂർ മഞ്ചേരിയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ 2 ദിവസത്തേക്ക് പോകണം ഞാൻ, അല്ലെങ്കിൽ 1 ദിവസത്തേക്ക് പോകണം ഞാൻ. ചിലപ്പോൾ 5-6 ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരും. അത്രയും ദിവസം ഹോട്ടലിലൊക്കെ നിന്നിട്ട് ബന്ധുവീടുകളിൽ എവിടെയും നിൽക്കാറില്ല, എവിടെയും പോയി താമസിക്കാറില്ല. സുഹൃത്തുക്കളുടെ വീടുകളിലും വളരെ അപൂർവമായിട്ട് പോയി നിൽക്കാറുള്ളൂ. ഒന്ന്, എനിക്ക് സ്മോക്കിംഗ് ഉള്ളതുകൊണ്ടാണ് ഞാനത് അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതിയിട്ട് ഞാൻ പരമാവധി ഒഴിവാക്കാറുള്ളത്. പിന്നെ അതിനും സൗകര്യമുള്ള അവരുടെ പൊതു ഗൃഹാന്തരീക്ഷത്തെ ബാധിക്കാത്ത വീടുകൾ, അങ്ങനെ സുഹൃത്തുക്കൾ നിർബന്ധിച്ചിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ മാത്രമാണ് ഞാൻ പോയി നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഞാൻ പോകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു 15 വർഷമായിട്ടുള്ള സുഹൃത്ത് സിൽസില എന്ന് പറയും. അവൾ ടൂർ ഓപ്പറേറ്ററാണ്, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വളരെ ടാലൻ്റഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്. അവൾ ബിടെക് ഇരുന്ന് കഴിഞ്ഞതെന്ന് എൻ്റെ ഓർമ്മ. പഴയ SFIക്കാരിയാണ്. എന്നാൽ വളരെ എന്താ പറയുക, പുരോഗമന ചിന്താഗതിയുള്ള ആളാണ്. യാഥാസ്ഥിതികത്വമൊന്നുമില്ല. അവളെ ഹസ്ബൻഡ് അതേപോലെ തന്നെ സാജിദ്, അദ്ദേഹവും നല്ലൊരു ക്യാരക്ടറുള്ള മനുഷ്യനാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ 15 വർഷത്തെ ബന്ധമുണ്ട്, ഫേസ്ബുക്ക് വഴിയുള്ള പരിചയമാണ്. പക്ഷേ അതിന് ശേഷം ഇവൾ ടൂർ ഓപ്പറേറ്റർ ആയതിനു ശേഷം ഇവളുടെ ടൂറിൽ ഞാൻ അവിടെ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. ഇക്കഴിഞ്ഞ 8-ാം തീയതിയാണ് ഞാൻ കാണുന്നത്, നവംബർ 8-ാം തീയതി. ഫോണിലൂടെ ഞങ്ങൾ പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. അത് 15 വർഷമായിട്ട് പലപ്പോഴും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ദീർഘകാലത്തിന് ശേഷം പക്ഷേ ഇവളുടെ കൂടെ ഇവൾ നന്നായിട്ട് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവളുടെ കൂടെ എൻ്റെ മുൻ ഭാര്യയും എൻ്റെ അനിയത്തിയും ഒക്കെ കാശ്മീരിലേക്ക് ടൂർ പോയിട്ടുണ്ട്, ഒരാഴ്ചത്തെ. ഹംപിയിലേക്ക് ടൂർ പോയിട്ടുണ്ട്, ഭൂട്ടാനിലേക്ക് ടൂർ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള അവൾ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ സഹോദരി എന്നുള്ള രീതിയിലുള്ള സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തു എന്നവർ പറഞ്ഞിട്ടുണ്ട്.
അപ്പം പിന്നെ സാന്ദർഭികമായി ഞാൻ ഇവിടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് വിളിച്ചപ്പം എന്തൊക്കെയാണ് ടൂറിൻ്റെ സ്ഥിതി എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വയനാട് യാത്രയുണ്ടെന്ന് പറഞ്ഞു. വയനാട് 900 കണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഉൾവനത്തിലാണ്. അവിടെ ഉള്ള പിന്നെ റിസോർട്ടുകൾ കുറേ ഉള്ള സ്ഥലമാണ്. അപ്പം ഞാൻ എന്നോട് ഇങ്ങനെ യാത്ര പോകുന്നതിനെ കുറിച്ചൊക്കെ സഹോദരിമാരും ബാക്കിയുള്ളവരൊക്കെ പറയാറുണ്ട്. ഞാൻ പോകാറില്ല. എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഇങ്ങോട്ട് യാത്ര പോകാൻ തോന്നാറില്ല. അപ്പം ഞാൻ അതിനിടയ്ക്ക് യാത്ര പോയതെന്ന് പറയുന്നത് 2021 2018 ശേഷം ഞാൻ യാത്ര പോയത് 2021, അതും ഒക്ടോബർ 7-ാം തീയതി. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എൻ്റെ പഴയ നാട്ടിലെ എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ അനിയന്മാരും ആണ്, സഖാക്കളാണ്, ഷബീറും അതേപോലെ ഫസലും. അവർ ഊട്ടിയിലേക്ക് ഒരു യാത്ര പെട്ടെന്ന് പ്ലാൻ ചെയ്തപ്പോൾ എന്നെ വിളിച്ചു. നിങ്ങളെവിടെയുള്ളതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് 5 പൈസ ഇല്ലാതിരിക്കുക. അപ്പോൾ ഞാൻ വരുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല. നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടോ എന്ന് ചോദിച്ചോ. ഞങ്ങളോട്ട് വരികയാണെന്ന് പറഞ്ഞു. ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. വന്ന് മൊത്തം ചിലവ് അവരുടെ അടുത്ത് എന്നെ ഊട്ടിക്കൊണ്ടേ ഒക്കെ വളരെ പക്ഷെ അന്ന് കംഫർട്ടബിൾ ആയിട്ടൊക്കെ ഇരുന്ന് ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാൻ നേരത്ത് എൻ്റെ ഒരു ശീലം ഞാൻ ചെറുതായിട്ടൊന്ന് പ്രകടിപ്പിച്ചെങ്കിൽ പോലും ആ യാത്ര വളരെ എൻജോയ് ചെയ്തു. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാൻ പോയില്ല, ലേക്കിലോ അവിടെ ഇവിടെയൊന്നും പോയിട്ടില്ല. ഞങ്ങൾ വർത്താനം പറഞ്ഞ് അങ്ങനെ യാത്ര ചെയ്ത് പോന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരന്ന് എന്താ പറയുക, നമ്മളെ ഒരു ചെറിയ കുട്ടിയെ പോലെ അങ്ങനെ സ്നേഹിച്ചു കൊണ്ടു നടക്കുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എന്നോടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒരു ജ്യേഷ്ഠന് കൊടുക്കേണ്ട ബഹുമാനമൊക്കെ തരും. എന്നാലും ചിലപ്പോൾ പറയും നിങ്ങളെ രണ്ടെണ്ണം തല്ലാൻ തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് വിമർശിക്കും. നിങ്ങളെപ്പോലുള്ള ഒരു നാടിന് ശാപമാണെന്നൊക്കെ പറയും. അങ്ങനെ എൻ്റെ ചില സ്റ്റോറിയൊക്കെ കാണുമ്പോൾ അങ്ങനെ പറയാനുള്ള സ്പേസ് ഉണ്ട് അവർക്ക്. രണ്ടുപേരും വെൽ എഡ്യൂക്കേറ്റഡാണ്. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു യാത്ര മാത്രം, ഒരു ടൂർ എന്നുള്ള രീതിയിൽ ഞാൻ പോയത്. അല്ലാതെ ഞാൻ പോകുമ്പം ഞാൻ തലകുത്തി വീഴുന്ന ഈ ഓർമ്മകളിൽ എന്നോടൊപ്പം എൻ്റെ സുഹൃത്തുക്കൾ പറയും, നീ എപ്പോഴും പാസ്റ്റിലാണ് ജീവിക്കുന്നത്, പ്രസൻറ്റിൽ ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത്. അതൊരു വലിയ പ്രശ്നമാണ് എന്നുള്ളത്. ഈ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുഴപ്പം. പക്ഷേ ഇത്തവണ ഞാൻ നിലമ്പൂർ പോയപ്പോൾ നിലമ്പൂർ ഞാൻ റൂം എടുത്തു. അത് കഴിഞ്ഞിട്ട് ചുങ്കത്തറ എന്ന് പറയുന്ന എൻ്റെ പഴയ സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചുങ്കത്തറ ടൗണിൽ നിന്ന് നടന്ന് 2 കിലോമീറ്റർ ഞാൻ പണ്ട് താമസിച്ച നാട്ടിലേക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അവിടെ എൻ്റെ സുഹൃത്ത് പിന്നെ BJPയുടെ പ്രവർത്തകനും കൂടിയായിട്ടുള്ള അനു മുടപ്പിക്കുക എന്ന് പറയും. അനുവിനോട് പറഞ്ഞിട്ട് എനിക്ക് വണ്ടി വേണം ഒരു ദിവസത്തേക്ക് എന്ന് പറഞ്ഞിരുന്നു. അനുവിൻ്റെ 2 വീലർ അത് മതി, എനിക്ക് എല്ലായിടത്തും ഒന്ന് കറങ്ങാനുണ്ട്, കുറേ ആവശ്യങ്ങളുണ്ട്, എന്തായാലും ഞാൻ വരവ് വന്നത്. അങ്ങനെ നിലമ്പൂരിൽ പോകുക എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലും ഒരു കാരണമാണിത്. വയനാട്ടിലേക്ക് 8-ാം തീയതി 9-ാം തീയതിയാണ്, ശനി ഞായറുമാണ്. അപ്പോൾ 8-ാം തീയതി രാവിലെ 8 മണിക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആളുകളെ പിക്ക് ചെയ്ത് 9-ാം തീയതി വൈകിട്ട് 5 മണിക്ക് അവിടെ തിരിച്ച് അവരെ കൊണ്ടുവന്ന് ഇറക്കുന്ന രീതിയിലാണ് യാത്ര പ്ലാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് വീക്കെൻഡ് ആയതുകൊണ്ട് കോഴിക്കോടേക്ക് അങ്ങോട്ട് ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ ബസ്സിന് പോകാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ തിരിച്ചുള്ള ടിക്കറ്റ്, റിട്ടേൺ ടിക്കറ്റ് പിന്നെ ബസ്സിന് ബുക്ക് ചെയ്തു. അങ്ങോട്ടുള്ള യാത്ര ഞാനെന്നാൽ 7-ാം തീയതി ആക്കാമെന്ന് കരുതി. 7-ാം തീയതി ഞാൻ ഇവിടുന്ന് രാജ്യറാണി എക്സ്പ്രസ്സിലാണ് പോയത്. നിലമ്പൂരേക്ക് പോവുക, ഒരു ദിവസം അവിടെ നിന്നിട്ട് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ബസ്സിന് വയനാട്ടിലേക്ക് പോകാം എന്ന് കരുതി. വയനാട്ടിലല്ല, കോഴിക്കോടേക്ക് പോയിട്ട് ഇവരുടെ കൂടെ താമരശ്ശേരി പോയിട്ട് ജോയിൻ ചെയ്യാമെന്ന് കരുതി. ഞാൻ 7-ാം തീയതി രാവിലെ പിന്നെ വെളുപ്പിനെ അവിടെ എത്തി. പുലർച്ചെ തന്നെയാണ് എറണാകുളത്ത് നിന്ന് ട്രെയിൻ പോണത്. ഞാൻ എത്തി, റൂമെടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചുങ്കത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് 2 കിലോമീറ്റർ നടന്നാണ് ഞാൻ പോകുന്നത്, ഓട്ടോ വിളിച്ചിട്ട് പോലുമില്ല. പോകുന്ന വഴിക്ക് സുഹൃത്ത് അഡ്വക്കേറ്റ് ബിജു ജോൺ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി. അതേപോലെ പോണ വഴിക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രവർത്തകർ, ഇപ്പം തൃണമൂൽ കോൺഗ്രസ്സിലെ മുമ്പ് കോൺഗ്രസ്സിലിരുന്ന് നാണിയെ കണ്ടു. പിന്നെ എൻ്റെ അയൽവക്കാരനായിരുന്ന റഫീഖിനെ കണ്ടു. റഫീഖ് കോൺഗ്രസ് പ്രവർത്തകനാണ്, ഗൾഫിലാണ്, ഇപ്പോൾ നാട്ടിൽ നിന്ന് ലീവിന് വന്ന് നിൽക്കുകയാണ്. റഫീഖിനെ കണ്ടു. അപ്പോൾ റഫീഖിനോട് ഉപ്പയും ഉമ്മയൊക്കെ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ കണ്ടോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പോകണം, ഉപ്പ സ്കൂട്ടറിന് ഇങ്ങോട്ട് വരുന്നുണ്ട്. മുപ്പര് പിന്നെ ഇടവും വല്ലതും നോക്കില്ല. ഞാൻ ഇങ്ങനെ കൈയ്യട്ടേയും ഒച്ച ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പം പിന്നെ വീട്ടിലേക്ക് കയറിയില്ല. അവിടെ പിന്നെ സുരയ്യാക്കാന്ന് പറയും, മൂപ്പരെ കടയുണ്ട്. അവിടെ ഇപ്പം പാർട്ടിയുടെ മുന്നിൽ സി മെമ്പറായിട്ടുള്ള ദിവാരേട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ വകയായിട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ അവിടുന്ന് അപ്പോഴത്തേക്ക് അനു BJPയുടെ അനു പിന്നെ നാണിയെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് തൃണമൂൽ കോൺഗ്രസിനെ ട്രോളിയിട്ടൊക്കെ പറഞ്ഞു. നാണി മാത്രമേ ഉള്ളൂ ആ പിന്നെ വാർഡിൽ ഒരു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ. പക്ഷെ അവിടെ 150-ലേറെ വോട്ട് PV അൻവർ പിടിച്ചു. ഞങ്ങൾ അതിൻ്റെ കഥയൊക്കെ പറഞ്ഞ് പിന്നെ ആണ് പോയത്. പോയി രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവിടുന്ന് അനുവിൻ്റെ വണ്ടിയെടുത്ത് പിരിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് വേറെ വീട്ടിലായിരുന്നു. ആളുടെ പേര് പറയുന്നില്ല, പറയുന്നത് ശരിയില്ലാത്തതുകൊണ്ട്, ഇവരെയൊന്നും പേര് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാണ്.
പിന്നെ മറ്റവർക്ക് ചില ആൾക്കാരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പ്രയാസമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചത് പിന്നെ അത് പിന്നെ പേര് പറയുന്നൊരു പ്രയാസമില്ല. മാത്യു കെ ആന്റണി, മാത്യുട്ടൻ പഴയ CPM ലോക്കൽ കമ്മിറ്റി മെമ്പറും SFIയുടെ പഴയ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ CPIയിലാണ്. മാത്യുട്ടൻ്റെ ജ്യേഷ്ഠൻ അവിടെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. ഇപ്പോഴും ജില്ലാ കൗൺസിലുണ്ട്. CITയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പം മാത്യുട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ മാത്യുട്ടനും ഭാര്യയും മകനും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ മാത്യുട്ടൻ പറഞ്ഞു, നീ ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യും, കുറച്ച് നേരം കിടന്നിട്ടൊക്കെ പോടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനങ്ങ് പോവുകയാണെന്ന് പറഞ്ഞു. വീണ്ടും എനിക്ക് യാത്രകൾ തന്നെയായിരുന്നു. പലരെയും കണ്ടു. എൻ്റെ പപ്പയുടെ സഹോദരിയെ കണ്ടു. പപ്പയ്ക്ക് 2 സഹോദരിമാരാണുള്ളത്. അതിൽ പപ്പയുടെ ചേച്ചി മരിച്ചുപോയി. അനിയത്തിയെ കണ്ടു. പിന്നെ അങ്കിളോടുണ്ടായിരുന്നു. അവരുടെയൊക്കെ വീട്ടിലൊക്കെ രാത്രികളിൽ എത്തണം കേട്ടോ. എൻ്റെ ഒരു കസിൻ്റെ അച്ഛനെയും അമ്മേനെയും കണ്ടു. പക്ഷേ എൻ്റെ അമ്മാവൻ്റെ മകൻ്റെ അടുത്തൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, അത് പോകാൻ പറ്റിയില്ല. അമ്മയുടെ ചേച്ചിയെ പോയി കണ്ടു. അമ്മയുടെ ചേച്ചിയെ പോയി കണ്ടപ്പോഴും വല്ലാത്തൊരവസ്ഥയിലാണ്. പിന്നെ അമ്മയുടെ സഹോദരങ്ങൾ 2 ആങ്ങളമാരും പിന്നെ ഈ ചേച്ചി ഉണ്ടായിരുന്നത്. 3 പേരും പോയി. ഇനി പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരിയുടെ മകൻ BJPയുടെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയിരുന്നു. അപ്പം അവനോട് ഒരു വാക്ക് മാത്രമേ ഞാൻ പറഞ്ഞു, എനിക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം കിട്ടി, നീ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളത്, നീ മത്സരിക്കരുത് എന്ന് മാത്രം പറഞ്ഞു പോന്നു. ഞാൻ കുടിച്ചില്ല, ഒന്നുമില്ല. അത് എന്നിട്ട് ഞാൻ വൈകുന്നേരം പിന്നെ അവിടെ നിലമ്പൂർ വെച്ചിട്ട് ഞാൻ ഇതുവരെ കാണാത്ത ഒരു സുഹൃത്ത്, ഒരിക്കൽ കണ്ടിട്ടുണ്ട്, മിണ്ടാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഭാര്യയുടെ ജൂനിയറായിട്ട് സബ് ജൂനിയറായിട്ട് പഠിച്ച, അതേപോലെ തന്നെ അവൾക്ക് സ്വന്തം അനിയത്തിയെ പോലെ കണ്ടിരുന്ന, അങ്ങനെ അടുത്ത ബന്ധം, തിരിച്ചും ബുക്കും ചേച്ചി പോലെ തന്നെയാണ്. ഞങ്ങളോട് 2 പേരോടും ഒരേപോലെ അവൾ ഇപ്പോഴും ബന്ധം സൂക്ഷിക്കുന്നു എന്നുള്ള. നീതു, അവളുടെയും പേര് അവളുടെ അനുഭവത്തോട് വിട്ടാ പറയണത്. അപ്പം നീതുവിൻ്റെ ഭർത്താവ് അനീഷിനെയും കുഞ്ഞിനെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ ചന്തക്കുന്നിനടുത്ത് വെച്ച് കണ്ടു കുറച്ച് നേരം. അവൾക്ക് കാർ ഡ്രൈവ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അവൾ കുറച്ച് നേരം എന്നെ കൂടി ഡ്രൈവ് ചെയ്തിട്ട് വർത്താനൊക്കെ പറഞ്ഞൊരു ചായക്കടയിൽ കയറി ചായ കുടിച്ച് ഞാൻ തിരിച്ചു പോന്നു. ഇത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ പിന്നെ പെങ്ങളും അളിയനും കുട്ടികളും കൂടി വന്നു താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടേക്ക്. അപ്പോൾ അവർ വന്നത് വേറെ വഴിക്ക് അത്യാവശ്യ കാര്യത്തിന് അവർ തറവാട്ട് വീട്ടിലൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പോൾ അളിയൻ ലുങ്കി കൊടുത്തിരിക്കുന്നത്, പെങ്ങൾ പിന്നെ മാക്സി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി കടയിൽ കയറിയപ്പോൾ അവർക്ക് പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ട്, മാക്സി ഇട്ടുകൊണ്ട്. അപ്പോൾ അവർക്കുള്ള ചായ കാറി കൊടുത്തു. ഞാനും അളിയനും പിന്നെ മോനും കൂടി അവിടെ ഇരുന്ന് ചെറുതായിട്ട് ചായയും സ്നാക്സും ഒക്കെ കഴിച്ച്, മോൻ ഐസ്ക്രീമൊക്കെ കഴിച്ച്, മോക്ക് ഒന്നും വേണ്ടാന്നും പറഞ്ഞു. അവൾ +1 പഠിക്കുകയാണ്. അങ്ങനെ അവരും തിരിച്ചു പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടെന്നാൽ ഞാൻ അവിടെ നിന്ന് തന്നെ ഡിന്നർ കഴിക്കാമെന്ന് കരുതി. എനിക്കറിയാവുന്നതാണ് ചുങ്കത്തറ ഹിബ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഹിബയിലേക്ക് അപ്പം എൻ്റെ വേറെ എൻ്റെ ബന്ധുക്കളും കൂടിയാണ്, അധ്യാപക ദമ്പതികളാണ്. അവരുടെയും പേര് പറയുന്നില്ല, ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ. അപ്പോൾ അവർ ബന്ധുക്കൾ എന്നുള്ളതിന് അപ്പുറം പിന്നെ സുഹൃത്തുക്കളായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. അങ്ങനെയാണ് ചേച്ചിയും ചേട്ടൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുമ്പോൾ തന്നെ സൗഹൃദമാണ് ഏറ്റവും വലുതെന്നാണ് കണക്കൂട്ടുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ബന്ധുക്കളൊക്കെ നമ്മളങ്ങ് വിട്ടുകളയുന്നത്, കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ അവർ വന്ന് എനിക്ക് പുള്ളിയോട് നിന്നാണ് ഭയങ്കര റെസ്പെക്റ്റുള്ള ആളാണ്. പുള്ളി വളരെ മാന്യനായൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവരുടെ കൂടെ അവിടെ നിന്ന് ഡിന്നർ കഴിച്ചു, കിടന്നുറങ്ങി. വെളുപ്പിനത്തെ ബസ്സിൽ ഞാൻ മറ്റേ ആ സ്ഥലത്തിൻ്റെ പേര് കിട്ടുന്നില്ല, തിരുനെല്ലി ബസ്സിന് കയറിയിട്ട് നിലമ്പൂർ നിന്ന് ഞാൻ താമരശ്ശേരി പോയി ഇറങ്ങി. കാരണം അവർ മറ്റൊരു ടൂറിനുള്ളവർ കോഴിക്കോട് നിന്ന് അങ്ങോട്ട് വരുള്ളൂ എന്നുള്ള. അപ്പോൾ എനിക്ക് മദ്യപിക്കാനുള്ള ഒരു ഉദ്ദേശമില്ല, ഉണ്ടെങ്കിൽ മദ്യം മേടിച്ച് ഞാൻ കയ്യിൽ വെക്കുമല്ലോ. ഞാൻ താമരശ്ശേരി ചെന്ന് ഞാൻ ബസ് ഇറങ്ങിയപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. എൻ്റെ ഹാൻഡ് ബാഗ് കയ്യിലെടുത്തു. എൻ്റെ ബാഗ്, മറ്റേ കാര്യപ്പെട്ട ബാഗ്, ഡ്രസ്സൊക്കെ ഇരിക്കുന്ന ബാഗ് കയ്യിലെടുത്തിട്ടില്ല. അവിടെ പിന്നെ ഈ KSRTC സ്റ്റേഷനിൽ വിളിച്ച് കണ്ടക്ടറെ നമ്പർ എടുത്ത് കണ്ടക്ടറെ കോൺടാക്ട് ചെയ്തപ്പോൾ വഴിയിലുള്ള കടയിലൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പുള്ളി കൽപ്പറ്റ KSRTC പിന്നെ ഡിപ്പോയിലാണ് കൊടുത്തത്. അപ്പോൾ ഈ ടൂറിന് പോകുമ്പോൾ തുടക്കത്തിൽ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകുക. എന്നെ താമരശ്ശേരിയിൽ നിന്ന് പിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കൽപ്പറ്റയ്ക്ക് പോകണമെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴിയിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ തിരിഞ്ഞു പോകണം എക്സ്ട്രാ. എന്നാലും അതൊക്കെ ഇവരെല്ലാം സഹിച്ചു. അവിടെ ടൂറിൽ എന്ന് കഴിഞ്ഞപ്പം ഭയങ്കര രസകരമായിരുന്നു. ഒരു 3 വയസ്സുള്ള കുഞ്ഞ് തൊട്ട് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ വരെ പല ജില്ലകളിൽ നിന്നുള്ളവർ, പല ജില്ലകളിൽ നിന്നല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ശരവണൻ വരെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ചിലർക്കൊക്കെ എന്നെ പരിചയം ഉണ്ടായിരുന്നു. സിരുണി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്.
അതിൽ പിന്നെ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച കോളേജിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക് പിന്നെ ഡിഗ്രിക്ക് എൻ്റെ അനിയത്തിയുടെ ബാച്ചിൽ എൻ്റെ അനിയത്തി ബികോമിനെ പഠിച്ചത്. അപ്പം പിന്നെ സുവോളജിക്ക് പഠിച്ചൊരു ഷീന, അവൾ പിന്നെ പ്രസംഗോത്സവത്തിലൊക്കെ മിടിക്കുകയായിരുന്നു. അപ്പോൾ അവളെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അന്ന്. ഈ യുവജനോത്സവങ്ങൾക്ക് കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ നമ്മളവിടെ പോവുക. അങ്ങനെ നല്ല ബന്ധമായിരുന്നു ഷീനയായിട്ട്. ഒരുപാട് വർഷക്കാലം ഇപ്പോൾ സംസാരിച്ചിട്ട്. ഷീനയാണെങ്കിലും ഇപ്പോൾ 2 ആഴ്ച മുമ്പ് എൻ്റെ അനിയത്തിയെ കണ്ടതാണ്. അവർ ഹൈദരാബാദിൽ എൻ്റെ അനിയത്തി വേറെ ടൂറിൽ പോയിരുന്നു 2 ദിവസത്തേക്ക്. അവൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറിയിട്ട് പോയത്. അപ്പോൾ ഹൈദരാബാദിൽ വെച്ചിട്ട് കണ്ടപ്പോൾ ഷീനയാണെന്നുള്ള സംശയത്തിൽ ഇവിടെ പറഞ്ഞ ആരെ എന്നെ അറിയാനുള്ളത്, അതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല. സംശയം തോന്നിയപ്പോൾ ഉറക്ക ഷീനാന്ന് വിളിച്ചു. ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട്, ഏറെ കയറിയതില്ല. അപ്പോൾ അവൾ തന്നെയാണെന്ന് കൺഫേം ചെയ്തു. അങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന ഫോട്ടോസ് ഈ കൂട്ടത്തിലുള്ള ഓരോരുത്തരും അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഷീനയുടെ ഫ്രണ്ട് ഇതിലുണ്ടായിരുന്നു. ഞാൻ പിന്നെ ടീച്ചറല്ല, അവരുടെ പ്രൊഫഷൻ എന്താണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നമ്പർ ഞാൻ പേര് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മെസ്സേജ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പം അവർ ഷീനെ അറിയണമെന്ന് ചോദിച്ചിട്ട് ഫോട്ടോ അയച്ചു തന്നു. അതേപോലെ എൻ്റെ കൂടെ മഞ്ചേരി എത്തിങ്ങാന സ്കൂളിൽ 10ാം ക്ലാസ്സിൽ ഒരുമിച്ചുണ്ടായിരുന്നു നജിമ. അപ്പം നജിമയുടെ കയ്യിലുണ്ടായിരുന്നു. നജിമേൻ്റെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. അപ്പം പുള്ളി ഇങ്ങനെ ഞാൻ മഞ്ചേരി എവിടെ ഇങ്ങനെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് അപ്പം പെരുമ്പരം. അപ്പോൾ ഞാൻ പറഞ്ഞു ഷാഫി മാഷ് അറിയും, ഇപ്പോൾ KSTൻ്റെ സംസ്ഥാന പ്രസിഡന്റാണെന്ന് തോന്നുന്നു. മുമ്പ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു തോന്നുന്നു. ഷാഫി മാഷ് അറിയുമെന്ന് ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നജിമാൻ അറിയാം, ഞാൻ നജിമാൻ്റെ ആങ്ങളെയാണ് ഞാനെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര രസകരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മദ്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ പല വീടുകളിലും എനിക്ക് പോകാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ട്, പോകണം എന്ന് ആഗ്രഹിച്ചേ. അപ്പം എനിക്ക് പിന്നെ ഈ നമ്മൾ അത് മാത്രമല്ല, ഞങ്ങൾ താമരശ്ശേരിയിൽ നിന്ന് പോകുന്ന വഴിയെ, അപ്പം ഞാൻ അതിന് മുമ്പ് വയനാട് ജില്ലയിലെ MLA ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളിങ്ങനെ അതുവഴി ഒന്ന് വരുന്നുണ്ട്, എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരും ഉണ്ട്, അപ്പോൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞിരുന്നു. ആ MLA പേര് ഞാൻ പറയുന്നില്ല. അപ്പം അദ്ദേഹം ഉണ്ട്, അത് 2 ദിവസം മുമ്പാണ് പറഞ്ഞത്. പക്ഷെ അത് ഓർത്ത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഈ സീറ്റ് വിഭജന ചർച്ചകളുടെ തിരക്കിലായിരുന്നു, എനിക്ക് നിങ്ങളെ പിന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ എവിടെ എത്തി രാജംബായി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ പിന്നെ താമരശ്ശേരി കഴിഞ്ഞു ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കുള്ള ലഞ്ച് ഇവിടെ റിസോർട്ടിൽ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ സാമൂഹിക പ്രവർത്തനത്തിന് വരുന്നതല്ല, അവിടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വരുന്നതല്ല, ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്യാൻ ടൂർ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണ്ട. ഞാൻ ഒറ്റയ്ക്ക് എപ്പോഴെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഏറ്റവും അങ്ങനൊരു പിന്നെ രീതിയിൽ വരുന്ന സമയത്തോ നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാം, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, അതൊക്കെ നിങ്ങളെ പിന്നെ ആതിഥ്യ മര്യാദ സ്വീകരിക്കാം. ഇപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് പോകുന്ന വഴിക്ക് ആദ്യം കയറുന്നത് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ പൊതുശ്മശാനത്തിലേക്കാണ്. അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നനഞ്ഞൊന്നും കരഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള അതിശയോക്തിക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഞാൻ കോഴിക്കോട് DCC പ്രസിഡന്റിനെ പോലെ പിന്നെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോഴും ആരെങ്കിലും കാണുമ്പോഴും ഒക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പിന്നെ ക്യാമറ അങ്ങനെ കാണിക്കുന്ന ആക്ടിങ്ങിൽ വലിയ താല്പര്യമില്ല. പക്ഷെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഡൗൺ ആയിപ്പോയി. അപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ തൊട്ടേ പ്രായമുള്ളവരുടെ വരെ മൃതദേഹങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു. അതിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, മതമില്ലാത്തവരുമുണ്ടാവാം, പല പ്രായത്തിലുള്ളവരുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളോടെ ജീവിച്ചവരുണ്ട്, ഒറ്റ രാത്രി കൊണ്ട് പൊലിഞ്ഞു പോയവരാണ്. അതിൽ തന്നെ ഒരു പിന്നെ 3 കുഞ്ഞുങ്ങളെ ഒരുമിച്ചിറക്കിയ ഒരു കഥവാണ്. ആ കുഞ്ഞുങ്ങൾ അതൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ മുമ്പൊരിക്കലും ഞാൻ വീഡിയോ ചെയ്തിരുന്നു. പിന്നെ അതിലൊരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്, ജന്മദിനം. അപ്പോൾ അവരെ ബന്ധുക്കളിൽ ആരോ, ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന ആരോ, ബാക്കിയുള്ള ആരോ അവിടെ ഒരു കേക്ക്, നല്ല കേക്ക് കൊണ്ടു വെച്ചിട്ടുണ്ട്, പീസായിട്ട് മുറിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അമ്പലങ്ങളിലൊക്കെ നിവേദ്യം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള രീതിയിൽ ആ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു കേക്ക് കൊണ്ടു വെച്ചേക്കുക, കുറച്ച് കളിപ്പാട്ടങ്ങളും, അതൊക്കെ നെഞ്ചു തോന്നിക്കുന്ന കാഴ്ചയായിരുന്നു. ഞാൻ കരുതി ഈ വൃത്തികെട്ട വർഗീയത പറയുന്ന 3 മതത്തിലുമുണ്ട്, ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലുമുണ്ട്, ഹിന്ദുക്കളുടെ കൂട്ടത്തിലുമുണ്ട്, പിന്നെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്. MM പോലെയുള്ളവരെ വർഗീയത, വെള്ളാപ്പള്ളിയെ പോലെയുള്ളവരെ വർഗീയത, ചില പിന്നെ ആൾക്കാർ കുർബാനയും പിന്നെ കുമ്പസാരവും ഇല്ലാത്ത
സ്വർഗത്തിൽ പോയില്ല എന്നുള്ള പറയുന്ന രീതിയിലുള്ള വർഗീയത, അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു ദിവസം അവിടെ കൊണ്ടുവന്നിട്ട് 1 മണിക്കൂർ നേരം അവിടെ നിർത്തിയാൽ മതി, ഗേറ്റ് അടയ്ക്കുക, എന്നിട്ട് അതിനുള്ള നിർത്തുക. അവർ മനുഷ്യരാവും, ഒരു മാനസാന്തരപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളായ. എനിക്ക് ടൂറ് പോകാനാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ആളാണ്. ഒരുപാട് ഫ്രീ ടൂറുകൾ എനിക്ക് ഓഫർ വരാറുണ്ട്. പ്രൊമോഷനായിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യും, നിങ്ങൾക്ക് അതിൻ്റെ ഷെയർ തരാം എന്ന് പറഞ്ഞ് വരെ ചെയ്തിട്ടുള്ളവരുണ്ട്. ഞാൻ അതിലൊന്നും നിന്നിട്ടില്ല. മാത്രമല്ല ഫ്രീ ആയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളവർ, ഇപ്പം മൂന്നാറിൽ റിസോർട്ടുള്ളവർ, കക്കാടംപൊയിൽ റിസോർട്ടുള്ളവർ, ഐക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് കുറേ കാലത്തെ ബന്ധമുള്ളത്. എന്നോട് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൊണ്ടുപോരും ഒരു ദിവസം. അവിടുത്തെ ഏറ്റവും നമ്പർ 1 റിസോർട്ടാണ്, കോൺട്രാക്ടറാണ്. ഇക്കതിനോട് കുറേ കാലമായിട്ട് പറയണതാണ്. എത്രയോ കാലങ്ങൾക്കും എനിക്ക് ഓഫർ വെച്ചതെന്നറിയോ. ഞാൻ പോയിട്ടില്ല. വേണമെങ്കിൽ എനിക്ക് 10-20 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന റിസോർട്ടാണ്, എല്ലാ ഫെസിലിറ്റിയുള്ള സ്റ്റാർ റിസോർട്ടാണ്. മൂന്നാറിൽ റിസോർട്ടുള്ളവർ, അതേപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയിൽ ഹൗസ് ബോട്ടുള്ളവർ ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംഭവം ശരിയാണ്. ഞാൻ പക്ഷേ ഇതുവരെ പോയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഇവിടെത്തിയപ്പോൾ എൻ്റെ മനസ്സ് വേറെ രീതിയിൽ ഒരു വിങ്ങലിലേക്ക് പോയി, ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് പോയി. കാരണം ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം അവശേഷിച്ചാൽ അവരവസ്ഥ എന്താ? അങ്ങനെ അവശേഷിച്ചവരുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഒറ്റ രാത്രി കൊണ്ട് ഒളിച്ചു പോകുമ്പം ആ ആളും കൂടി മരിച്ചു പോയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ കൂടെ ഒരു സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ മകനോ മകളോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാതെ ഒറ്റയാൾ മാത്രം ബാക്കിയായെങ്കിൽ അയാളെ ജീവിതകാലത്ത് മുഴുവൻ അനുഭവിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾ 3 വയസ്സോ 2 വയസ്സോ ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവരെ വേറെ ആരെങ്കിലും അഡോപ്റ്റ് ചെയ്തിട്ടൊക്കെ വേറെ ലൈഫിലേക്ക് പോയിക്കോളും. അവർക്കിത് ഈ ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് നഷ്ടബോധം ഉണ്ടാവും. മറ്റുള്ളവർക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, എനിക്കില്ലല്ലോ എന്നുള്ളത്. പക്ഷെ എന്നാലും ആരെങ്കിലുമൊക്കെ ദത്തെടുക്കുകയോ അങ്ങനെ കൊണ്ടു നടക്കുകയോ സ്വന്തം മക്കളെ കൊണ്ടുപോലെ കൊണ്ടു നടക്കുകയോ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അതേപോലെ തന്നെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ ബോഡി കാണേണ്ടി വരുന്ന അവസ്ഥ, അതൊക്കെ ലോകത്തെ ഏറ്റവും വലിയ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അത് കഴിഞ്ഞ് ബെയിലിപ്പാലത്തിൻ്റെ അവിടെ പോയി. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പലരും ചിരിച്ചു കളിച്ചൊക്കെ നടക്കുന്നവരുണ്ട്, ഫോട്ടോ എടുക്കുന്നവരുണ്ട്. ഇവർ ദുരന്ത ടൂറിസം എന്നുള്ള രീതിയിൽ ഞാനാരും അതിൻ്റെ കൂട്ടല്ല പോയത്. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നവരാരും അങ്ങനെയല്ല. വണ്ടിയിലെ പാട്ട് വരെ ഒഴിവാക്കി എല്ലാവരും. കാരണം വളരെ മെച്ചൂറായിട്ടുള്ള വളരെ പല പ്രായത്തിൽപ്പെട്ട കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളായിരുന്നു. ഫാമിലി ആയിട്ട് വന്നവർ ഒരൊറ്റ ടീം മാത്രം, ബാക്കിയുള്ളവരൊക്കെ സിംഗിളായിട്ട് വന്നവരാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ട് വന്നവരാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പല പ്രായത്തിലുള്ളവർ. അപ്പം ഞാൻ അവിടെ ചെന്ന് അവിടെ ഇങ്ങനെ വേലിപ്പാലത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുമ്പോഴും എനിക്ക് നമ്മുടെ കാലിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യരുണ്ടോ എന്നുള്ള തോന്നൽ. കാരണം കണ്ടെത്തപ്പെടാത്ത 100 കണക്കിന് മനുഷ്യർ മരണപ്പെട്ടതായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചതാണ്. അങ്ങനെയൊക്കെ കൂടി വല്ലാതെ ആലോചിച്ചൊരു ഭ്രാന്താവുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഈ 900 കണ്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അവിടെ പോകുമ്പം ഓഫ് റോഡാണ്, ജീപ്പിനാണ് പോകാൻ പറ്റുന്നത്, കുറേ ഉള്ളിലാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും എനിക്കിങ്ങനെ ഇപ്പോൾ ഈ ഇരുവഞ്ഞിപ്പുഴയുടെയൊക്കെ ഉത്ഭവം അവിടെയാണ്, ചാലിയാറിൻ്റെ ഉത്ഭവം അവിടെയാണ്. ഇരുവഞ്ഞിപ്പുഴ നമ്മുടെ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയ്ക്കകത്ത് പ്രശസ്തമായിട്ടുള്ള ഇരുവഞ്ഞിപ്പുഴ, ചാലിയാറിൻ്റെയും ഉത്ഭവം അവിടെ ആയതുകൊണ്ടാണല്ലോ, ഭാഗത്തായതുകൊണ്ടാണല്ലോ ഈ ബോഡി ചാലിയാറിലേക്ക് ഒലിച്ചു തന്നത്. അപ്പോൾ ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്, വല്ലാത്ത ഒരു ശ്മശാന ഭൂമിയിൽ നമ്മൾ പോയതുപോലെ തന്നെ. അതായത് അവിടെ പുഴയിലൊക്കെ പോയിട്ട് എല്ലാവരും കൂടി കുളിച്ചു സമൂഹ കുളി തന്നെയായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ സ്മോക്കിങ്ങിൻ്റെ ഇത് കൂടി ഞാൻ എക്സ്ട്രാ 5 പാക്കറ്റും കൂടിയൊക്കെ മേടിച്ച് വെച്ച്, കാരണം എനിക്കത് തോന്നി എനിക്ക് വീണ്ടും വലിക്കാൻ തോന്നണമെന്നുള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞ് ഈ കുളിക്കാനും ഇതിനൊക്കെ എല്ലാവരും കൂടെ കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തു, വെള്ളമൊക്കെ തെറിപ്പിച്ച് അതൊക്കെ ചെയ്തു. പക്ഷെ എന്തായാലും എൻ്റെ മനസ്സ് വേറെ ലോകത്തായിരുന്നു. ഒരാൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോഴും ഒരൊറ്റപ്പെട്ട തുരുത്തിലേക്ക് എൻ്റെ മനസ്സ് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എൻ്റെ മാത്രം പ്രശ്നമാണ്, അവരുടെ ഒന്നും പ്രശ്നമല്ല. അങ്ങനെ വന്ന് ഞാൻ അവിടെ നിന്ന് ഈ ഒരു കള്ളുകുടിയനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും, അതിനി ജിദ്ദയിൽ പോയാലും, അതിനി ജെറുസലേമിൽ പോയാലും, അത് ഉഗാണ്ടയിൽ പോയാലും, കിട്ടാത്ത സ്ഥലത്താണെങ്കിലും അയാൾക്കത് അറേഞ്ച് ചെയ്യാൻ അറിയും. അതിനുള്ള ഒരു അതിബുദ്ധി എപ്പോഴും ഒരു മദ്യപാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ടല്ലോ, ഒരിക്കൽ മദ്യത്തിന് അടിമയായ ഒരാൾ എല്ലാ കാലത്തും മദ്യാസക്തനാണ് അയാൾ. ഈ ആൽക്കോളിസം എന്ന് പറയുന്നത് നിങ്ങൾ കേരളം ഒരു ചെറിയൊരു സംഭവമല്ല. അപ്പോൾ ഇയാൾക്ക് എവിടെ പോയാലും അത് അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടാവും, അതിനുള്ള വഴികൾ കണ്ടെത്തും. ഇപ്പോൾ റിസോർട്ടിലാണെങ്കിലും ഒരു അബു, അതേപോലെ തന്നെ
അങ്ങനെയൊക്കെയുള്ള അരീക്കോടുകാർ മലപ്പുറത്തുകാരാണ്. അപ്പോൾ മലപ്പുറത്തുകാരെ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേകത ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല ആൾക്കാരെയൊക്കെ അവിടെ നിന്നും കണ്ടു. കൂട്ടത്തിൽ ടീമിൽ വന്ന ഒരാളെപ്പോലും മോശമായിട്ട് എനിക്ക് പറയാനില്ല. ആ കൂട്ടത്തിൽ പക്ഷേ ഏറ്റവും മോശമായിട്ടുള്ള മനുഷ്യൻ ഞാനായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മൊത്തം ഗ്രൂപ്പിൻ്റെ പിന്നെ മൂഡിനെ അല്ലെങ്കിൽ അവരുടെ എൻജോയ്മെൻറ്റിനെ നശിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് ഞാൻ. അത് മാത്രമല്ല, സമൂഹത്തിലെ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഞാൻ മറ്റൊരാളുടെ സന്തോഷം ഒരു നിമിഷം നേരത്തേക്കെങ്കിലും തല്ലിക്കെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെറ്റാണെന്നുള്ളത് എനിക്കറിയാം, ക്രൈമാണെന്നുള്ളത്. ഞാൻ അവിടുന്ന് സംഭവം സംഘടിപ്പിച്ചു. പിന്നെ സാധനം നാടനാണ്, ട്രൈബൽസിൻ്റെയാണ് അവിടുത്തെ. അതൊക്കെ അറേഞ്ച് ചെയ്തു, ഇതൊക്കെ കഴിച്ചു. പക്ഷെ ഇത് ഞാൻ രഹസ്യമായിട്ട് ചെയ്തതെന്നുണ്ടെങ്കിലും ഞാൻ ഓവറായി പോയിരുന്നു. കാരണം ഇതിൻ്റെ ഒരു എത്ര ക്വാണ്ടിറ്റി എടുക്കണം, എത്ര വെള്ളം ഒഴിച്ച് ഡയല്യൂട്ട് ചെയ്യണം, അതൊന്നും എനിക്കറിയില്ല. അതുമല്ല, ഈ മദ്യപിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം. ഇപ്പോൾ സ്ഥിരമായിട്ട് യൂറോപ്യൻസൊക്കെ ഈ 2 പെഗ് എല്ലാ ദിവസവും അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്, അവരുടെ ഫുഡ് ഹാബിറ്റിൻ്റെ ഭാഗമാണ്. അവരത് കഴിച്ചിട്ട് മര്യാദയ്ക്ക് എൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്തിട്ടുള്ള യൂറോപ്യൻസൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അവർ 2-3 കഴിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. ഞാൻ പക്ഷേ അപ്പോഴും പിന്നെ എക്സ്ട്രാ ഓർഡർ ചെയ്യുമായിരുന്നു അന്നും. അപ്പം പിന്നീട് ഈ മാനസികാവസ്ഥ, ഹെവി സ്മോക്കിംഗ് ഒക്കെ കൂടെ വന്നു കഴിഞ്ഞ് ഞാൻ ഡിസോർഡറായിപ്പോയി. ക്യാമ്പ് ഫയറിലോ കാര്യങ്ങളിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടേ ഇല്ല. ഞാൻ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഉണ്ട് എണീക്കാനും വൈകി. സിലു എൻ്റെ റൂമിലേക്ക് വരുന്നു, എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, രാജേട്ടാ നിങ്ങൾ ഇന്നലെ മദ്യപിച്ചില്ലേ എന്ന് ചോദിച്ചു. ഓവറായിരുന്നു എന്നുള്ളത് പറഞ്ഞു. ഇത് മദ്യപിക്കാൻ പാടില്ലാത്തൊരു പ്രോഗ്രാമാണെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി അനൗൺസ് ചെയ്തതല്ല. സത്യമായിട്ടൊരു പറഞ്ഞാണ്, ആൽക്കോളൊന്നും പാടില്ല എന്നുള്ളത്, മദ്യപിക്കാൻ പാടില്ല, മദ്യം നിഷിദ്ധമാണ് എന്നുള്ളത് പറഞ്ഞിരുന്നതാണ്. മദ്യപിക്കുക മാത്രമല്ല, ഞാൻ ഹെവി സ്മോക്കിങ്, ഞാൻ ഇവരെ കൂടെ കണക്കുമ്പോൾ ഈ പുക എന്തായാലും അന്തരീക്ഷത്തിൽ ഉണ്ടാവുമല്ലോ. പുക വലിക്കാത്തവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കും നിങ്ങൾ. പുക വലിക്കുന്ന എനിക്ക് തന്നെ ചിലപ്പോൾ 10 മീറ്റർ അപ്പുറത്ത് ഇരുന്നിട്ട് ഞാൻ വലിക്കാതിരിക്കുന്ന നേരത്തെ വേറൊരാൾ വലിച്ചിട്ട് വരുന്ന പുക എനിക്ക് ശല്യമാണ്. പക്ഷെ ഞാൻ ഇതൊന്നും ബോധർ ചെയ്തില്ല എന്നുള്ളത്, ഇതൊന്നും കൺസേൺ ആക്കി കണ്ടില്ല. ഞാൻ വേറെ ഏതോ ലോകത്തേക്ക് പോയി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ അവിടുന്ന്, പക്ഷെ അവിടുന്ന് വേറെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഈ വെള്ളം ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്നു. അവിടുന്ന് 100 കണക്കിനടി താഴ്ചയിൽ നമുക്ക് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയോ താഴ്ചയിൽ കിണറൂത്തണം. പക്ഷെ ഇത് മലയുടെ മേലിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷൻ തിയറി, അങ്ങനെ പിന്നെ ഈ വെള്ളത്തിൻ്റെ ഉത്ഭവം, ഇതിനെക്കുറിച്ചൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഞാൻ കാരണം കുറച്ച് ലേറ്റായി, എന്നാലും പോയിട്ട് കുളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പരിപൂർണമായിട്ട് അവരുടെ കൂടെ ഞാൻ നിന്നില്ല, ഞാൻ മാറിയിരിക്കുകയൊക്കെ ചെയ്തു. കൂട്ടത്തിലൊക്കെ ഇടയ്ക്ക് കവിത കൊല്ലാനൊക്കെ കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അവിടെ നിന്ന് എന്നോട് സിലു, ഞാൻ രാവിലെ അപ്പോൾ എനിക്ക് തലേന്ന് കഴിച്ചതിൻ്റെ ഹാങ് ഓവർ ഉണ്ട്, അടിച്ചു ഓവറായ എൻ്റെ. പിറ്റേന്ന് രാവിലെ ഞാനത് അറേഞ്ച് ചെയ്തു. അപ്പോൾ സിലു എൻ്റെ സോൾസ് എന്നോട് ചോദിച്ചു. ഞാൻ സോൾസ് പറഞ്ഞില്ല. നിങ്ങൾ ഇന്നും കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. രാജേട്ടൻ ഇതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ നിങ്ങളെ പെങ്ങളോട് വരെ ഇന്നലെ സംസാരിച്ചില്ല. കാരണം തലേന്ന് എൻ്റെ ഫോണിൽ അവൾ എൻ്റെ പെങ്ങളോട് വരെ സംസാരിച്ചതാണ്, അവരൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മോളെ വിശേഷം ചോദിക്കുന്നുണ്ട്, അമ്മായിയുടെ വിശേഷം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, വളരെ ഒരു കുടുംബ ബന്ധത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. മാത്രമല്ല അവൾ ടൂർ ഓപ്പറേറ്ററാണ്. ടൂറിൽ ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെയും കൂടി ബാധിക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ വല്ലാത്ത കഷ്ടം. ഇതൊക്കെ പറയുന്നത് എനിക്ക് സാമൂഹിക വിമർശനവും രാഷ്ട്രീയ വിമർശനമൊക്കെ പറയാൻ യോഗ്യത ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിതൊക്കെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അവരൊക്കെ മാസ്ക് വെച്ച് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് പിന്നെ സിരിയോനോട് പറഞ്ഞു, ഇന്നും നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്നോട് കുറേ ആയിട്ട് പലരായിട്ട് പറയുന്നു, ഞാൻ എല്ലാം ലേറ്റ് ആവുന്നു എല്ലാ കാര്യത്തിലും. അങ്ങനെ അവിടെ നിന്ന് തന്നെ പോകുന്ന സമയത്ത് എന്നെ ഏറ്റവും വണ്ടി കിട്ടാൻ പറ്റുന്ന സ്ഥലത്ത് ഇറക്കി എൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് അങ്ങനെ തിരിച്ചു പോകൂ, നിങ്ങൾ അതുമല്ല എവിടെയും പോയിട്ട് റൂം എടുക്കരുത്, നേരെ എറണാകുളത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വണ്ടിയെ കയറ്റി വിട്ടു. അവർ ഉത്തരവാദിത്വപൂർവ്വമാണ് ചെയ്തത്. അവർക്ക് വിഷമമുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, മൊത്തത്തിൽ ടീമംഗങ്ങളോട് അപ്പോളജി എക്സ്പ്രസ് ചെയ്യാൻ എനിക്കൊരു അവസരം തരണം തന്നു. അത് അവൾ തന്നു. രാജേട്ടൻ ഇവിടെ ഇറങ്ങുകയാണ് എന്നൊക്കെയുള്ളത് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ നേരിട്ട് എല്ലാ ബുദ്ധിമുട്ടിനും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അത് പിന്നെ ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എന്നാലും ഓരോരുത്തരും പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഞങ്ങൾക്കില്ല, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഒരു വല്ലാത്ത ഗ്രൂപ്പായിരുന്നു അത്. ഞാൻ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, അവർ ഗ്രൂപ്പിലിടുന്നുണ്ട്. കാരണം
ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലോകത്തിന് മുമ്പിൽ തുറന്ന പുസ്തകമായിട്ട് എനിക്ക് അങ്ങനെ കൃത്രിമമായിട്ടൊരു ഇമേജ് സൃഷ്ടിക്കണം എന്നുള്ള ആഗ്രഹമില്ല. അങ്ങനെ അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് കയറി. അപ്പം ഞാൻ കോഴിക്കോട് നിന്ന് വൈകിട്ടത്തെ KSRTC ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ കോഴിക്കോട് നേരത്തെ എത്തിയില്ലേ. നേരത്തെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ട്രെയിനാണ് നോക്കുന്നത്. അപ്പോൾ ആ ട്രെയിനിന് 2 മണിക്കൂറോളം ലേറ്റ് ആവുന്നുണ്ട്. വീണ്ടും ബാറിൽ കയറി. കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ബാറിൽ കയറുന്നത്. ബാറിൽ നിന്ന് അത്യാവശ്യം അടിച്ചു, ബാക്കി പാഴ്സൽ മേടിച്ചു, ട്രെയിനിൽ കയറി. പിന്നെ ഇപ്പം എനിക്ക് ഒരു സംവിധാനമുണ്ട്, ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പം ടിക്കറ്റ് കൺഫേം ആയിട്ടില്ലെങ്കിലും AC യാത്ര ചെയ്യാനുള്ള സൗകര്യം കിട്ടാറുണ്ട്. അതൊക്കെ ഇപ്പോൾ പിന്നെ കിട്ടുന്നൊരു പ്രിവിലേജാണ്. അപ്പോൾ എന്തായിരുന്നാലും അങ്ങനെ കയറി യാത്ര ചെയ്ത് പോന്നു. അവിടെ നിന്നും ഇടയ്ക്ക് ഇതൊക്കെ തന്നെ തുടർന്നു. ഇന്ത്യൻ റെയിൽവേയുടെ നിയമപ്രകാരം കുറ്റകരമാണ്. ആലുവയിലെത്തി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആലുവയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ പോയി. അവിടെ പോയി കിടന്ന് അവിടെ നിന്നും കുറച്ച് കഴിച്ചു. ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇനി മേലാൽ രാജൻ മദ്യവും കൊണ്ടിങ്ങോട്ട് വരരുത്, മദ്യപിച്ചും വരരുത് എന്ന് പറഞ്ഞു. ഞാൻ അതിന് മുമ്പ് ഉറപ്പ് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ ഇരുന്ന് അതിനോട് സംസാരിക്കാൻ എന്ത് രസമാണ്. ഉറങ്ങാതിരുന്ന് സംസാരിച്ച് ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഏകദേശം 2 ആഴ്ച മുമ്പ് എൻ്റെ അടുത്തും വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന്, അതും പേര് പറയുന്നില്ല, അവിടെ നിന്ന് പിന്നെ പിറ്റേന്ന് പിന്നെ അപ്പം ചാനലിൽ നിന്നാണെങ്കിൽ 2 ദിവസമായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിറ്റേന്ന് പിന്നെ ചാനലിൽ പോയിട്ട് ഞാൻ ഒറ്റ സ്റ്റോറി ചെയ്തു. അതായത് ഏകദേശം 10 ദിവസത്തോളം തുടർച്ചയായിട്ട് ഞാനൊന്നും ചെയ്തില്ല. ദിവസവും ചിലവ് ഭയങ്കരം. കാരണം ഹെവി ഡ്രിങ്കിങ്, ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പം അതിൽ നിന്നിങ്ങനെ ഈ രക്ഷപ്പെട്ട് വരാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അതിനിടയ്ക്ക് തന്നെ അടുത്ത ദിവസങ്ങളിൽ പിന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോഴും ഞാൻ വന്നത് ഒന്ന് മലബാറിൽ നിന്നുള്ള ഒരു മുൻ മന്ത്രിയുടെ മകനും ദീർഘകാല MLA ആയിരുന്ന, കേരളത്തിൽ അറിയപ്പെടുന്ന നേതാവാണ്, പേര് പറയുന്നില്ല, പാർട്ടിയുടെ പേര് പറയുന്നില്ല. അതേപോലെ തന്നെ ഒരു ഫിലിം ആക്ടിവിസ്റ്റും കൂടിയാണ്. ആ ഫിലിം ആക്ടിവിസ്റ്റ് പയ്യൻ മുഖേനയാണ് മറ്റേ ആൾ വരുന്നത്. മറ്റേ ആളെ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പാനെ എനിക്കറിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ പാപ്പയാണെന്നുള്ളത് ഇന്നാളെ മകനാണെന്ന് പോലും പറഞ്ഞില്ല. അങ്ങനെയാണ് ഇദ്ദേഹം വരുന്നത്. അതിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ വാപ്പയെക്കുറിച്ച് വിമർശിച്ച് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ആൾ എൻ്റെ ആരാണെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും എൻ്റെ വാപ്പയാണെന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. കൊണ്ടുവന്നത് ഒരു ഫിലിം ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരനാണ്. അപ്പം പിന്നെ നല്ല ഭാവിയുള്ള ചെറുപ്പക്കാരൻ, നന്നായിട്ട് എഴുതാനൊക്കെ അറിയുന്നതാണ്. അവനും ഞാനും തമ്മിൽ ആദ്യം കാണുന്നത് ഇപ്പോഴാണ്. കാരണം ഞങ്ങൾ അവൻ എൻ്റെ പേരറിയാം, എനിക്ക് അവനെ അറിയാം, ഒക്കെ അറിയാം. പക്ഷേ ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില പൊതു ഘടകങ്ങളുണ്ട്. അവർ ആലപ്പുഴയിൽ നിന്ന് വരികയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, രാജിട്ടാ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് എന്നുള്ളത് പത്രം പറഞ്ഞു. ആളാരാന്ന് പറഞ്ഞില്ല. അപ്പോഴും എൻ്റെ അവസ്ഥ കുറച്ച് മോശം തന്നെയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാൻ പിന്നീട് അവരോട് വിളിച്ച് ക്ഷമ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, നിങ്ങൾ പിന്നെ ഇന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഓക്കെ ആയി എന്നുള്ളത് മനസ്സിലായി, നിങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ ചാനലിലിട്ട വീഡിയോ. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അവർ വന്നു. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത ദിവസം വന്നത് പിന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവാണ്. അദ്ദേഹം വന്നപ്പോഴും എൻ്റെ അവസ്ഥയിൽ വല്ലാത്ത സങ്കടം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മദ്യപിക്കുന്ന ആളായിരുന്നു. ആളെ പേര് പറയുന്നില്ല. അദ്ദേഹം ഒരു പക്ഷേ ഒരു നിയമസഭാ അംഗമായിട്ട് വരാൻ സാധ്യതയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരന് തുല്യമായിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം പിന്നെ എൻ്റെ കൂടെ പുറത്തുനിന്ന് 2 സ്ഥലത്ത് പോവുകയും ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ മദ്യപിച്ചിരുന്നു, ഞാൻ നിർത്തി, നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യല്ലേ, നിങ്ങൾ രക്ഷപ്പെടും എന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്തായിരുന്നാലും അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ ഇവിടെ വയനാട് യാത്രയ്ക്കിടയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒന്ന്, ഇനി എന്നെ കൊണ്ട് ഇങ്ങനത്തെ ഒരു യാത്ര പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഞാൻ ഡൗണായി പോകാമെന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിർത്തിയൊരു ശീലത്തിലേക്ക് വീണ്ടും വീണു പോയതിൻ്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് അതിൻ്റെ വഴിയെ തന്നെ സഞ്ചരിക്കേണ്ടി വന്നു എന്നുള്ള ഒരു ഹതഭാഗ്യത. അതിനെന്താണെന്ന് വെച്ചാൽ രാത്രി ഒരു 8 മണി വരെയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ 7 മണി വരെയൊക്കെ വൈകിട്ട് നമുക്ക് സുഹൃത്തുക്കളെയൊക്കെ കിട്ടും. അത് ഞാൻ നിലമ്പൂർ താമസിക്കുമ്പോഴുള്ള പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. കാരണം അവർക്ക് നമ്മളെ കൂടെ ഇരിക്കുന്ന സുഹൃത്തുക്കൾക്ക് സമയത്തിന് പരിധിയുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ മാസത്തിൽ ഒരു ദിവസമൊക്കെ നമ്മളെ കൂടെ വന്നിരുന്നു, ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നതൊക്കെ വേറെ, അങ്ങനെ പലരും നിന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടെ ഭാര്യ, മക്കൾ, അല്ലെങ്കിൽ പിന്നെ അവരുടെ
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീടാണ് എൻ്റെ ചിന്തകളുടെ സമയം തുടങ്ങുന്നത്. അപ്പം എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഞാൻ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തിലാണ്. രണ്ട് കാര്യങ്ങളാണ് മനസ്സിലായത്. ഒന്ന്, ഓർമ്മകൾ ഉണ്ടാവുന്ന മണ്ണിലേക്ക്, നോവിക്കുന്ന മണ്ണിലേക്കൊക്കെ പോവുക, അമിതമായി ചിന്തയുണ്ടാവുന്ന സ്ഥലങ്ങളിലേക്ക്. ഓവർ തിങ്കിങ് വലിയ പ്രശ്നമാണ്. രണ്ട്, എനിക്കൊരു രസത്തിന് പോലും മദ്യപിച്ച് നോക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം തുടങ്ങിയാൽ അത് നിർത്തില്ല എന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഞാൻ അതിനിടയ്ക്ക് കഴിച്ചിരുന്നു കേട്ടോ, 1-2 പ്രാവശ്യം കഴിച്ചിരുന്നു. അതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. ഒന്നെൻ്റെ സുഹൃത്തിന് അജ്മൽ ബാബു എന്ന് പറയും. അപ്പോൾ ഒരു പിന്നെ മാരേജ് റിസപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കഴിച്ചു. അത് നല്ല സാധനമായിരുന്നു. ജാക്ക് ഡാനിയൽസ് ആണ്. അന്ന് പിന്നെ ഒരു സിറ്റിംഗ് MLA കൂടെയായിരുന്നു അദ്ദേഹം. ഇടതാമസത്ത് വരികയാണ് ചെയ്തത് അദ്ദേഹം. അപ്പം ബിയറാണ് കഴിച്ച് ഫാമിലി ആയിട്ടൊക്കെ തന്നെയാണ് വന്നത്. എനിക്ക് അതും ജാക്ക് ഡാനിയൽസ് ആയിരുന്നു. പക്ഷെ അതൊക്കെ ലിമിറ്റഡായിട്ട് കഴിച്ചു പോകാൻ പറ്റി. അതേസമയം വല്ലാത്തൊരു ഡിസോർഡറിലേക്ക് പോകുന്ന സമയത്ത് ഇതിന് നിയന്ത്രണമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ മദ്യപിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഗുണം ചെയ്യട്ടെ. നമ്മൾ വീണ്ടും തൊട്ട് കഴിഞ്ഞാൽ നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അസാധ്യമായ വിൽ പവർ അതിനും വേണം. കാരണം അതായത് അഡിക്റ്റായിരുന്നവർ അവർക്ക് അല്ലാതെ, ഞാൻ പറഞ്ഞല്ലോ, വളരെ മാന്യമായി 2 പെഗ് കഴിഞ്ഞ് 3-ാമത്തെ പെഗ് വെച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ ഗ്ലാസ് കമത്തി വെക്കുന്ന ആൾക്കാർ എനിക്കറിയാം. അപ്പം ഞാൻ ആ യാത്രയിൽ പങ്കെടുത്തവരോട് ഖേദം പ്രകടിപ്പിച്ചതാണ്. എനിക്കിങ്ങനെ വീഴ്ച പറ്റി എന്നുള്ളത് എനിക്ക് തുറന്നു പറയണം എന്നുള്ളത് എനിക്ക് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം തൊട്ട് വീണ്ടും ഇതിൽ സജീവമാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാൻ. ഇത്രയും ദിവസം നിശബ്ദനായിരുന്നതിൻ്റെ കാരണം എന്തായിരുന്നു? കാരണം ഞാൻ അങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ പറഞ്ഞതുപോലെ വായിത്തൊന്ന് വിളിച്ചു പറയും. അതിപ്പോൾ ചെയ്യരുത് എന്നുള്ള തീരുമാനത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് വീണ്ടും ചാനലിൽ പോകാൻ തുടങ്ങി. ഇന്നിപ്പോൾ നിങ്ങളോട് ഇത് പറയുന്നു. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. ഞാൻ ദൈവവിശ്വാസിയാണ്, പക്ഷേ അത് എഴുതിയിട്ട് അന്ധവിശ്വാസിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ദൈവത്തിൻ്റെ മതത്തിൻ്റെയും പേരിൽ ഈ കലഹിക്കുന്ന മനുഷ്യന്മാരെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ദിവസം പാർപ്പിക്കണം. 1 മണിക്കൂർ വിട്ടാൽ മതി. ഗേറ്റ് അടയ്ക്കണം. അവിടെ നിന്ന് ഇറങ്ങി പോകാൻ സമ്മതിക്കരുത്. ഗേറ്റ് അടയ്ക്കണം. എന്നിട്ട് അവിടെ ആ സ്ഥാനത്തിൽ കൊണ്ട് നിർത്തിയാൽ മതി. എന്നിട്ട് അതിൽ കൂടെ നടക്കാൻ പറഞ്ഞാൽ മതി. അത് ഏത് മതവർഗീയവാദിയാണെങ്കിലും, ഏത് രാഷ്ട്രീയ വർഗീയവാദിയാണെങ്കിലും, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊല്ലുന്നവരുണ്ടല്ലോ കേരളത്തിൽ. എന്തായിരുന്നാലും വർഗീയ കലാപത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് CPM-കാർ കൊന്നിട്ടുണ്ട്, CPM-കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ കൊന്നിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലീഗുകാർ കൊന്നിട്ടുണ്ട്, ലീഗുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. BJP-കാർ കൊന്നിട്ടുണ്ട്, BJP-കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആം ആദ്മി കീം ആദ്മി എന്നൊക്കെ പറയണമെന്ന് ഇവിടെ പിന്നെ വല്ലാതെ ഇല്ലാത്തതുകൊണ്ട് എന്തായിരുന്നാലും അവർ കൊല്ലപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ, കാരണം 38 മിനിറ്റായി. കാണാൻ ക്ഷമയുള്ളവർ കണ്ടാൽ മതി എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് പായ്. ഞാൻ എന്തായിരുന്നാലും മാറാനുള്ള ശ്രമത്തിലാണ്. ദൈവവിശ്വാസികളായാലും പ്രാർത്ഥിക്കുക, അല്ലാത്തവർ മനസ്സുകൊണ്ട് കൂടെ നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ നിൽക്കുക. കല്ലെറിയേണ്ടവർക്ക് കല്ലെറിയാം, വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം. ഈ വീഡിയോയുടെ ക്ലിപ്പിങ്സ് എടുത്തിട്ട് പിന്നെ ഇവൻ തനി കള്ളുകൂടിയനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്ക് അതുമാവാം. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഐ ഡോണ്ട് കെയർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റ്.